ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത് നിങ്ങളെല്ലാവരും കണ്ടു കാണും. വക്കാസ്പീഡിയയിൽ നമ്മൾ ഏറ്റവും ലാസ്റ്റ് ഇട്ട പോസ്റ്റ്, നമ്മൾ ആദ്യമായിട്ട് ഒരു റാങ്ക് ഫയൽ അല്ലെങ്കിൽ ഒരു ബുക്ക് നിങ്ങൾക്ക് വേണ്ടി ഇറക്കുകയാണ്. നമ്മളെല്ലാവരും PSCക്ക് പഠിക്കുന്നവരാണ്. പഠിക്കുന്ന സമയത്ത് ഒരുപാട് റാങ്ക് ഫയൽസ് നമുക്ക് അവൈലബിൾ ആണ്. അതുപോലെ തന്നെ നമുക്ക് ഒരുപാട് മുൻകാല ചോദ്യ പേപ്പറുകളുടെ, അതായത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിന്റെ ബുക്കുകൾ നമുക്ക് അവൈലബിൾ ആണ്. പക്ഷേ നമ്മൾ ഏതെങ്കിലും ഒരു ടോപ്പിക്ക് പഠിക്കുന്ന സമയത്ത്, ഇപ്പോൾ ഉദാഹരണത്തിന് ഭരണഘടന എന്ന് പറയുന്ന ഒരു ടോപ്പിക്ക് നമ്മൾ പഠിച്ചു. ഭരണഘടന എന്ന് പറയുന്ന ടോപ്പിക്കിൽ ആമുഖം എന്ന് പറയുന്ന ഒരു ഭാഗമാണ് നമ്മൾ പഠിച്ചു തീർത്തതെന്ന് വിചാരിക്കുക. ചിലപ്പോൾ നമ്മൾ റാങ്ക് ഫയൽ വെച്ചായിരിക്കും പഠിക്കുന്നത്, ചിലപ്പോൾ യൂട്യൂബ് ക്ലാസ്സുകളുണ്ടായിരിക്കും പഠിക്കുന്നത്. അങ്ങനെ നമ്മൾ പഠിച്ചതിന് ശേഷം നമ്മളൊന്ന് ആഗ്രഹിക്കുകയാണ്, നമുക്കൊരു ക്വസ്റ്റ്യൻ പേപ്പേഴ്സ്, അതായത് ഈ ആമുഖത്തിൽ നിന്ന് PSC എന്തൊക്കെ ചോദ്യങ്ങളാണ് ചോദിച്ചത് എന്നുള്ള ക്വസ്റ്റ്യൻസ് കിട്ടുമായിരുന്നുവെങ്കിൽ നന്നായിരുന്നു എന്ന് തോന്നും. അപ്പോൾ അങ്ങനെ നമ്മൾ നോക്കുന്ന സമയത്ത് നമ്മുടെ കേരളത്തിൽ അങ്ങനെ ഒരു ബുക്കില്ല. അപ്പോൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഈ പറയുന്ന ആമുഖത്തിൽ നിന്ന് എന്തൊക്കെ ചോദ്യങ്ങളാണ് ചോദിച്ചത് എന്നുള്ള ക്വസ്റ്റ്യൻസ് അറേഞ്ച് ചെയ്തിട്ട് ഒരു ബുക്കാണ് നമ്മൾ തയ്യാറാക്കിയിരിക്കുന്നത്. അതായത് 2021 തൊട്ട് 2025 വരെ PSC ചോദിച്ചിട്ടുള്ള എല്ലാ ചോദ്യങ്ങളും നമ്മൾ എടുത്തിട്ട് നമ്മൾ തന്നെ കെമിസ്ട്രി, ഫിസിക്സ്, ബയോളജി, കേരള ഹിസ്റ്ററി, ഇന്ത്യൻ ഹിസ്റ്ററി, വേൾഡ് ഹിസ്റ്ററി എന്ന് തരംതിരിച്ചിട്ട് അതിൻ്റെ അകത്ത് വരുന്ന സബ് ടോപ്പിക്കുകൾ ഉണ്ടല്ലോ. ഇപ്പം ഭരണഘടന തന്നെ എടുക്കാം. ഭരണഘടനയുടെ അകത്ത് വരുന്ന ഭരണഘടനാ നിർമ്മാണ സമിതി, ആമുഖം, പൗരത്വം, മൗലികാവകാശം എന്നൊക്കെ പറയുന്ന സബ് ടോപ്പിക്കുകൾ ഉണ്ടല്ലോ. ആ സബ് ടോപ്പിക്കുകളുമായി ബന്ധപ്പെട്ട് PSC ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളെ അറേഞ്ച് ചെയ്തിട്ടാണ് നമ്മൾ ഈ ബുക്ക് തയ്യാറാക്കിയേക്കുന്നത്. ഈ ഒരു ബുക്ക് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഇത് തന്നെയാണ്. അതായത് ഒരു ടോപ്പിക്ക് പഠിച്ചതിന് ശേഷം നമുക്ക് മനസ്സിലാവണം ഈ ഒരു ടോപ്പിക്കിൽ എന്തൊക്കെ ചോദ്യങ്ങളാണ് PSC ചോദിച്ചേക്കുന്നതെന്ന്. ഇനി അത് മാത്രമല്ല, നമ്മളിപ്പോ ആമുഖം പഠിച്ചു, നമ്മൾ 10th ലെവൽ എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്നവരാണെന്ന് വിചാരിച്ചു. അപ്പൊ നമ്മൾ ആമുഖം പഠിച്ചതിന് ശേഷം ഇതിൻ്റെ അകത്തുള്ള ക്വസ്റ്റ്യൻസ് ഇങ്ങനെ നോക്കി വരുന്ന സമയത്ത് നമ്മൾ നോക്കുമ്പോൾ ഒരു ടഫ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ കാണുന്നു. അപ്പൊ നമ്മൾ ആലോചിക്കും, അയ്യോ ഈ ക്വസ്റ്റ്യൻ ഞാൻ പഠിച്ചില്ലല്ലോ എന്ന് നമുക്ക് തോന്നുക. അപ്പോൾ ആ ക്വസ്റ്റ്യന്റെ കൂടെ നമ്മൾ എല്ലാ ക്വസ്റ്റ്യന്റെയും കൂടെ നമ്മൾ ക്വസ്റ്റ്യന്റെ കോഡും ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഈ ക്വസ്റ്റ്യന്റെ കോഡ് എടുത്തിട്ട് നോക്കാം. നമ്മുടെ ബുക്കിന്റെ ആദ്യം തന്നെ ഇതിലുള്ള ക്വസ്റ്റ്യൻസിനെ 10th ലെവലെന്നും +2 ലെവലെന്നും ഡിഗ്രി ലെവലെന്നും തരംതിരിച്ച് വെച്ചിട്ടുണ്ട്. അപ്പൊ ആ ഒരു ക്വസ്റ്റ്യൻ കോഡ് വെച്ചിട്ട് നിങ്ങൾക്ക് പോയി നോക്കാം, ഇത് 10th ലെവലാണോ, +2 ലെവലാണോ, ഡിഗ്രി ലെവലാണോ എന്ന്. ചിലപ്പോൾ നമ്മൾ നോക്കുമ്പോൾ അതൊരു ഡിഗ്രി ലെവൽ ക്വസ്റ്റ്യൻ ആയിരിക്കും. അപ്പൊ നമുക്ക് മനസ്സിലാവും, അതായത് 10th ലെവൽ ക്വസ്റ്റ്യൻ അല്ല, ഇത് കുറച്ചും കൂടെ ഹയർ ലെവലാണ്. അപ്പൊ ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുന്നതൊക്കെ ഓക്കെ ആണ്, അല്ലെങ്കിൽ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നതിന്റെ ലെവൽ, നമ്മൾ ഏത് ലെവലിൽ പഠിക്കണം, 10th ലെവലിൽ എങ്ങനെ പഠിക്കണം, +2 ലെവലിൽ എങ്ങനെ പഠിക്കണം, ഡിഗ്രി ലെവലിൽ എങ്ങനെ പഠിക്കണം എന്ന് നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യൻസ് വെച്ചിട്ട് പഠിക്കാൻ വേണ്ടി പറ്റും. ഈ ഒരു ടെക്സ്റ്റിൽ നമ്മൾ എല്ലാ സബ്ജക്റ്റുകളും ഉൾപ്പെടുത്തിയിട്ടുണ്ട്, മാത്സ് ഒഴിച്ചുള്ള എല്ലാ സബ്ജക്റ്റുകളും. മാത്സിന് നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് ഒരു ബുക്ക് തയ്യാറാക്കും. കാരണം മാത്സിന് ഓൾറെഡി നമ്മൾ ക്വസ്റ്റ്യൻസ് എടുത്ത് വെച്ചിട്ടുണ്ടെങ്കിലും ആ ഒരു ക്വസ്റ്റ്യൻസ് എല്ലാം നല്ലപോലെ റീചെക്ക് ചെയ്തതിന് ശേഷം അതിന്റെ എക്സ്പ്ലനേഷനും കൂടെ ഒക്കെ ആഡ് ചെയ്യണം എന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ മാത്സിന്റെ ഒരു ബുക്ക് നമ്മൾ സെപ്പറേറ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ മാത്സ് ഒഴിച്ചുള്ള ബാക്കി എല്ലാ സബ്ജക്റ്റുകളും നമ്മൾ ഈ ഒരു ബുക്കിൽ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ബുക്ക് ഓർഡർ ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് വെബ്സൈറ്റിന്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അതിൽ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് പേയ്മെന്റ് ചെയ്യാം. ഇനി പേയ്മെന്റ് ചെയ്യുമ്പോൾ ചിലപ്പോൾ ഫെയിൽ ആവും, ചിലപ്പോൾ നിങ്ങൾ ഗൂഗിൾ പേ അല്ലെങ്കിൽ ഫോൺ പേ ഒക്കെ വെച്ചായിരിക്കും പേയ്മെന്റ് ചെയ്യുന്നത്. അപ്പോൾ അതിൽ സക്സസ് ആവും, പക്ഷെ നമ്മുടെ ആ ഒരു വെബ്സൈറ്റിൽ ചിലപ്പോൾ ഫെയിൽ ആവും. അതറിയാൻ വേണ്ടി നിങ്ങൾ നിങ്ങളുടെ മെയിൽ ഒന്ന് ചെക്ക് ചെയ്താൽ മതി. മെയിലിൽ സക്സസ് ആയിട്ടുണ്ടെങ്കിൽ അങ്ങനെ ഒരു മെയിൽ വരും. ഇനി ഫെയിൽ ആയിട്ടുണ്ട് എന്നുള്ളൊരു മെയിലും വരും. നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് എമൗണ്ട് റീഫണ്ട് ആയിട്ട് കിട്ടുകയും ചെയ്യുന്നതാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ബുക്കിനെ കുറിച്ചിട്ടുള്ള ഒരു ഓവർവ്യൂ എന്ന് പറയുന്നത്. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ ഈ ഒരു വീഡിയോയുടെ താഴെ കമന്റ് ആയിട്ട് ഇട്ടാൽ മതി. നമ്മൾ ആ ഒരു കമന്റ് റീഡ് ചെയ്തതിന് ശേഷം അതിന് റിപ്ലൈ തരാം. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു.